നേർവഴി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ തിരുവനന്തപുരം വഞ്ചിയൂർ ജില്ലാ കോടതിയിലെ ഓഫീസ് അറ്റൻഡന്റായ ഷൈല ബീഗവുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖ സംഭാഷണം കേൾക്കാം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി വഞ്ചിയൂർ ജില്ലാ കോടതിയിലെ ഓഫീസ് അറ്റൻഡന്റായ ഷൈല ബീഗമാണ്. നമസ്കാരം. നമസ്കാരം. പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ ഇപ്പോ ഈ ജോലി കിട്ടിയിരിക്കുകയാണ് അല്ലെ, PSC എക്സാം വഴി. അതെ. ഇങ്ങനൊരു പരീക്ഷ എഴുതി ജോലി നേടണം എന്നുള്ള ഒരു തോന്നൽ എങ്ങനെ ഉണ്ടായത്? ഇതിനു മുമ്പേയൊക്കെ എന്നോട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷ എഴുതാനൊക്കെ ആയിട്ട്. അന്നൊന്നും ഞാൻ അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എഴുതി നോക്കാം എന്നിങ്ങനെ വിചാരിച്ചു. അങ്ങനെ എഴുതി. ഒരു ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു. അത് ഏത് വർഷം എഴുതിയത്? അത് 2018 എഴുതിയത്. 21ാമത്തെ റാങ്കായിരുന്നു. എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ പരീക്ഷ എഴുതുന്നത് തുടർന്നുകൊണ്ടിരുന്നു. കൊറോണയുടെ ആ ഒരു വ്യാപനമൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്ന സമയത്ത് ഒരു എക്സാം ഉണ്ടായിരുന്നു, LGS. അതിൽ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. 7ാമത്തെ റാങ്കിൽ ഞാൻ വന്നു. അങ്ങനെ കാത്തിരുന്നു. കോടതിയിലാണ് ജോലി ലഭിച്ചത്. കോടതിയിലാണെന്ന് നമുക്കറിയില്ല. നമുക്ക് PSC അഡ്വൈസ് വന്നപ്പം എനിക്ക് മുമ്പേ ഉള്ള ആൾക്കാർ ഇങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു, ഈ ജോലി താല്പര്യം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കൊരു ജോലി എന്തായാലും വേണം. കോടതിയാണെന്നൊക്കെ അഡ്വൈസ് വന്നപ്പോഴത്തേക്കും അറിഞ്ഞു തുടങ്ങിയത്. കോടതി ആയതുകൊണ്ട് നമുക്ക് പ്രത്യേക ഒരു ഇന്റർവ്യൂ അവർ വെക്കും. അത് കഴിഞ്ഞിട്ടാണ് അഡ്വൈസ് വരുന്നത്. ഒട്ടും കാണാത്തത് കൊണ്ട് കോടതി എന്ന് പറയുമ്പം സാധാരണ ഒരു ഓഫീസ് പോലെയല്ല, ഒരുപാട് തിരക്കുള്ള ഒരു സ്ഥലമാണ്. പെട്ടെന്ന് ചെയ്യണം. ചോറൊക്കെ ആണെങ്കിൽ ഇപ്പം കേസ് വിസ്തരിക്കുന്ന സമയത്ത് പ്രോസസ് സെർവർ എന്നാണ് പറയണത്. ആ ബെഞ്ച് വിസ്തരിക്കുന്ന സമയത്ത് അവരുടെ കൂടെ എഴുതാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്ന ആൾക്കാർ. അപ്പം അവര് പെട്ടെന്ന് ചോറൊക്കെ കഴിച്ചിട്ട് പോകുന്നത് കാണാം. അപ്പം അവര് നോക്കുമ്പോൾ എന്നെ ഒരാൾ പിടിച്ചുകൊണ്ട് പോകുന്നത് മാത്രമേ അവര് കാണുന്നുള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊന്നും അവർക്ക് അറിയില്ല. അഡ്വൈസിന് മുന്നേ ഒരു ഇന്റർവ്യൂവും കഴിഞ്ഞിട്ട് അഡ്വൈസ് വന്നു, പിന്നെ അപ്പോയിൻമെന്റ്. അപ്പം ഇന്റർവ്യൂവിന് ചെന്ന സമയത്ത് അവരെന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. ജഡ്ജിക്കൊക്കെ ഭയങ്കര വിഷമം. കാരണം നമുക്ക് സാധാരണ ആൾക്കാർ നടക്കുന്നത് പോലെ നമ്മൾ സ്റ്റെപ്പ് കയറി നടക്കൂ എന്നൊന്നും അവർക്ക് അറിയില്ല. സീലടിക്കാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സീലടിക്കാൻ പറ്റും. എന്നാൽ ഈ സ്റ്റെപ്പൊക്കെ എങ്ങനെ കയറി വരും? ഞാൻ പറഞ്ഞു 1-2 ആഴ്ച നമുക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവൂ. സാധാരണ നമ്മൾ സ്ഥിരം നടക്കുന്നത് ആകുമ്പോൾ നമുക്കത് അവിടെ പരിചയമാവും. അപ്പൊ പിന്നെ ഒരാഴ്ചയോളം എൻ്റെ കൂടെ എന്നെ സഹായിക്കാനായിട്ട് ഒരു ആന്റി വന്നു. സഹായിക്കാനെന്ന് പറഞ്ഞാൽ അവിടേക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ, ബാത്റൂമും മറ്റു കാര്യങ്ങളും കഴിക്കാൻ പോകുന്ന സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു ആന്റി വന്നായിരുന്നു. അത് കഴിയുമ്പോൾ ഞാൻ തന്നെ അതായത് നമുക്ക് 1-2 പ്രാവശ്യം പോകുമ്പോൾ മനസ്സിലാക്കാം. അപ്പൊ ഞാൻ മനസ്സിലാക്കി. പിന്നെ ഞാൻ തന്നെ പോയി. അപ്പൊ പിന്നെ മേഡത്തിനും അവിടെയുള്ള എല്ലാവർക്കും വലിയ സന്തോഷമായി. കാരണം പിന്നെ അവരെ നമ്മൾ ഈ തിരക്കിന്റെ ഇടയിൽ നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലല്ലോ. ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാം ചെയ്യും. എല്ലാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സീലടിക്കാനും സെക്ഷനിൽ ഒരു ഫയൽ കൊണ്ടുവന്ന് കൊടുക്കാനും മേഡം അവിടുന്ന് എന്തെങ്കിലും പറയുമ്പോൾ പോയി വാങ്ങിക്കൊണ്ട് വരാനും ഫോൺ അറ്റൻഡ് ചെയ്യാനും ഒക്കെ. ജോലിയിൽ അവരെന്നെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. കോടതിയിൽ ഓഫീസിൽ ഉള്ള ആൾക്കാർ. കാരണം ഞാനൊരു ജോലി ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല. കാരണം അവർക്കറിയാം മടി കൂടാതെ എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ അവിടെ ചെയ്യുമെന്നറിയാം. അപ്പം ഞാൻ കുറച്ച് ദിവസം ലീവിലായിരുന്നു. അന്നേരം ഞാൻ ലീവിലായിരുന്ന സമയത്ത് തിരിച്ചു ചെന്നപ്പോൾ അവർക്കൊക്കെ ഭയങ്കര കുറച്ച് ദിവസം കാണാത്തതിന്റെ ആ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അവർ സീലടിക്കാനെന്ന്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു തിരക്കിട്ട പണിയും മാറ്റി വെച്ചിട്ട് ഈ സീലടിക്കാൻ വരണം. അപ്പം നമ്മൾ ഒരാളുള്ളപ്പോഴത്തേക്ക് ആ പണിയിൽ നിന്ന് അവർക്ക് ഒരു വിശ്രമം കിട്ടുമല്ലോ. ഇങ്ങനൊരു പരീക്ഷ എഴുതി ഒരു ജോലിയിൽ കയറണമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമോ അല്ലെങ്കിൽ സന്ദർഭമോ എന്തെങ്കിലും ഉണ്ടോ? കാരണം എനിക്ക് ജോലി ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലും എൻ്റെ കൂട്ടുകാർക്കാണെങ്കിലും വീട്ടിലുള്ളവർക്കാണെങ്കിലും അവരാവശ്യപ്പെടാതെ തന്നെ എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമല്ലോ, നമ്മളെ കൊണ്ട് പറ്റുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ജോലി എനിക്കുണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ കിട്ടുമെന്ന് വലിയ പ്രതീക്ഷ ഇല്ലെങ്കിലും എന്നാലും എഴുതി നോക്കി. എന്നാലും ഞാൻ നിർത്തിയില്ല. പരീക്ഷ എഴുതുന്നതിനോട് ഞാൻ പിൻവാങ്ങിയില്ല. എഴുതിക്കൊണ്ട് തന്നെ ഇരുന്നു. കൂടുതൽ ഇൻഡിപെൻഡന്റ് ആവാൻ നമുക്കൊരു വരുമാനവും ആവും അല്ലേ? അതെ. ഇനി നമുക്കൊന്ന് കുറച്ച് പിന്നിലേക്ക് പോകാൻ തോന്നുന്നു. ഈ എക്സാം പ്രിപ്പയർ ചെയ്ത എങ്ങനെയായിരുന്നു? ഞാൻ പെയ്ഡ് ക്ലാസ്സിനൊന്നും അങ്ങനെ ചേർന്നിട്ടില്ല. അതായത് ഈ പൈസ അടച്ച് ഒന്നും ഞാൻ അങ്ങനെ ചേർന്നിട്ടില്ല. ഞാൻ യൂട്യൂബിൽ ക്ലാസ് കേട്ടതാണ് പഠിക്കുന്നത്. 2017 ആ കാലഘട്ടത്തിൽ എന്നെ പോലെ തന്നെ കാഴ്ചയില്ലാത്ത ഒരു കുട്ടിയുണ്ട്. അതായത് മാഹിൻ C. ആസാദ് എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി മൂവാറ്റുപുഴയാണ്. പുള്ളി ഇപ്പം
മെഡിക്കൽ ഫീൽഡിലാണ് വർക്ക് ചെയ്യണത്. അപ്പം പുള്ളി ഒരു ജനറൽ നോളജ് ഗ്രൂപ്പ് തുടങ്ങി. അപ്പം അങ്ങനെ നമ്മൾ പരിമിതിയുള്ളവരെയാ? അതെ, കാഴ്ച പരിമിതി ഉള്ളവർ മാത്രമേ അതിലുള്ളൂ. കാണാത്തവർ ഉണ്ടെങ്കിലും അത് നമുക്ക് വായിച്ചു തന്ന് സഹായിക്കാനൊക്കെ. അധികം കാഴ്ചയില്ലാത്തവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ. അതല്ലാതെ കാണാത്തവരാണ് ഉള്ളത്. അപ്പം പുള്ളീനെ എനിക്ക് അന്നേരം ഞാൻ ഒരു പരിപാടിക്ക് പോയപ്പോഴത്തേക്ക് ഒന്ന് കണ്ടാണ് എനിക്ക് പുള്ളിയെ അവിടെ വെച്ചാണ് എനിക്ക് പരിചയം. ഞാൻ പുള്ളീനെ നേരിട്ട് അന്ന് ജസ്റ്റ് ഒന്ന് കണ്ടെങ്കിലും ഞാൻ ആരാണെന്ന് പുള്ളി ആരാണെന്ന് എനിക്കറിയില്ല. പുള്ളി എൻ്റെ ഈ നമ്പർ വാങ്ങിയിട്ട് എന്നോട് തന്നെ വാങ്ങി പുള്ളി എന്നെ അതിൽ ആഡ് ചെയ്തു. അപ്പോൾ എല്ലാവരും നമ്മൾ ഈ കൊറോണ സമയത്തൊക്കെ ഇങ്ങനെ കമ്പൈൻ സ്റ്റഡി പോലെ രാത്രി 8 മണിക്ക് തുടങ്ങിയിട്ട് ഞങ്ങളൊരു 9-9:30 വരെ ഇത് കൊണ്ടുപോകുമായിരുന്നു. അല്ലെങ്കിൽ 9 മണിക്ക് 11 മണി വരെ കൊണ്ടുവരുന്നത്. അപ്പം അതിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സുജിത്ത് എന്ന് പറഞ്ഞിട്ട് മാഹിൻ തന്നെ അറിയാവുന്നുള്ള ഒരു ആളുണ്ടായിരുന്നു. ആ കൊച്ചു കോട്ടയത്താണ്. പുള്ളിക്ക് കുറേ കാണാം. പുള്ളിയാണ് ഇങ്ങനെ മാത്സും മറ്റു കാര്യങ്ങളൊക്കെ പുള്ളിക്ക് അറിയാവുന്നത് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ പുള്ളി തന്നെ ഈ ഗൂഗിൾ ഫോം ലിങ്ക് പുള്ളി തന്നെ ഗ്രൂപ്പിൽ ഇടുമായിരുന്നു. അപ്പം നമ്മൾ അതിൽ യൂട്യൂബിൽ ലിങ്ക് ഇടുന്നത് നമ്മൾ പഠിച്ചിട്ട് ആ ഗൂഗിൾ ഫോം വഴി നമ്മൾ എക്സാം എഴുതണം. അങ്ങനെ എക്സാം പോലെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതിൽ തെറ്റുന്നത് നമുക്ക് വീണ്ടും ശരിയാക്കാനുള്ള ഒരു അവസരം പുള്ളി തരും. വീണ്ടും നമുക്ക് എഴുതി 25 ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ഇടുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതി അങ്ങനെ ശരിയാവാം. എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, എനിക്ക് എക്സാം ഒക്കെ ഞാൻ എഴുതുന്നുണ്ട്. ജോലി കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ നിർത്തുന്നില്ല. ഇല്ല എഴുതുന്നുണ്ട്. സ്വപ്നങ്ങൾക്കൊന്നും ഒരതിരില്ല. വീണ്ടും സ്വപ്നം കാണാം. നമുക്ക് എന്തായാലും ഇപ്പൊ ഒരു ജോലി കിട്ടി, അപ്പൊ ഇതിലിരുന്നുകൊണ്ട് ഇനിയും ബെറ്റർ ആയിട്ടുള്ള ഒരു ജോലിയിലേക്ക് ശ്രമിക്കാം. അതെ. പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാൻ പഠിച്ചതൊക്കെ എൻ്റെ വീട്ടിൻ്റെ അടുത്ത സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത്. എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അനിയത്തി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പഠിച്ചതൊക്കെ. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ ശാർക്കര സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം ബ്ലൈൻഡ് സ്കൂളിൽ എപ്പോഴാണ് ചേരുന്നത്? ബ്ലൈൻഡ് സ്കൂളിൽ ഞാൻ എനിക്കൊരു 3 വയസ്സുള്ള സമയത്തൊക്കെ എന്നെ ആരോ പറഞ്ഞിട്ട് ഫാദർ മദറും എന്നെ അവിടെ കൊണ്ടുവന്നാക്കി. അപ്പൊ പിന്നെ എന്തോ അവർക്ക് അവരുടെ നിർത്താനുള്ള ഒരു വിഷമം കാരണം എന്നെ തിരിച്ച് കൊണ്ടുവന്നു. ദൂരമല്ല, വർക്കല ബ്ലൈൻഡ് സ്കൂളാണ്. എന്തോ അവരുടെ അന്നത്തെ എന്തോ ഒരു വിഷമം കാരണം അവർ തിരിച്ചു കൊണ്ടുവന്നു. അതെന്താന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടില്ല. പിന്നെ വീട്ടിൽ നിന്ന് ഈ സ്കൂളിൽ തന്നെയാണോ പഠിച്ചത്? അതെ, ഞാൻ വീട്ടിൽ നിന്ന് പോയി വരുമായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനേ ഉള്ളൂ, അടുത്താണ്. 10ാം ക്ലാസ് വരെ ഈ സെയിം സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്? 10ാം ക്ലാസ് വരെ ഞാൻ ആ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അതിനുശേഷം പിന്നെ ഡിഗ്രിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പിന്നെ +1 +2 ഒക്കെ എഴുതാനായിട്ട് നോക്കി. ഇപ്പം ഡിസ്റ്റൻസ് ആയിട്ട് +2 ചെയ്തു. അങ്ങനെ ഡിഗ്രി ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്നറിയില്ല. നമുക്ക് ഈ തിരക്കുള്ള ഒരു ജോലി ആയതുകൊണ്ട് നമുക്ക് പഠിക്കാൻ ഞാൻ രാവിലെ നേരത്തെ, അതായത് 8:20 ആകുമ്പം ഇറങ്ങും. അപ്പൊ പിന്നെ ആ സമയത്ത് പിന്നെ തിരിച്ചെത്തുന്നതും അതേപോലെ ചിലപ്പോൾ 6 മണി 6:30 ആവും. അങ്ങനെയൊക്കെ. എന്തായാലും ഇതിനിടയിൽ എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി ഡിഗ്രിയും കൂടി ചെയ്താലല്ലേ? അതെ, നമുക്ക് പിന്നെ സ്കോപ്പ് ഉണ്ട്. തിരക്കിനിടയിൽ അതിനും കൂടി സമയം കണ്ടെത്താൻ കഴിയട്ടെ. അതെ. പിന്നെ ഇപ്പോ നമ്മുടെ തിരിച്ച് വീണ്ടും ഈ ജോലിയിലേക്ക് വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ തിരക്ക് ഉള്ള ഒരു ജോലിയാണല്ലോ കോടതിയിലെ ജോലി. അപ്പൊ അതിലേറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് എന്താണ്? ഓഫീസില് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് സീലടിക്കാൻ തന്നെയാണ്. അത് തന്നെയാണ് തോന്നുന്നത് അല്ലേ? അല്ല, അതില് എന്തായാലും ചലഞ്ചസിനെ ഓവർകം ചെയ്താണല്ലോ ഇത്ര ദൂരം വന്നത്. അപ്പോ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സീലടിക്കുന്ന സമയത്ത് നമുക്ക് വേറെ ശ്രദ്ധ എന്നും പോകാൻ പാടില്ല. അതിൽ തന്നെ ആയിരിക്കുന്ന ശ്രദ്ധ. അപ്പം ഡിസ്ട്രിക്ട് കോർട്ടിന്റെ സീലും സെഷൻസ് കോർട്ടിന്റെ സീലും രണ്ടാണ്. അപ്പം നമുക്കത് അറിയാൻ വേണ്ടിയിട്ട് ഈ സെഷൻസ് കോർട്ടിന്റെ സീലിൽ ഇങ്ങനെ ഒരു നൂലിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് ഈ പ്രതികളുടെ ആ മൊഴിയിലാണ് നമ്മൾ സീലടിക്കുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ സീല് മാറിപ്പോകാൻ പാടില്ല. മാറിപ്പോയാൽ അത് പിന്നെ നമ്മൾ ഹൈക്കോർട്ടിലൊക്കെ ചെന്നാൽ അത് പിന്നെ വലിയ പ്രശ്നമൊക്കെ ആവും. അതുകൊണ്ട് പിന്നെ ആ സമയത്ത് നമ്മൾ ശ്രദ്ധ ഇതിൽ തന്നെ കേന്ദ്രീകരിക്കണം. അതുകൊണ്ട് എന്തൊരു സാധനം എടുക്കുന്നതിന് മുമ്പായിരുന്നാലും സീല് വെച്ചിട്ട് ഞാൻ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയിട്ട് വരുമ്പോൾ ഞാനൊന്ന് നോക്കി ഉറപ്പ് വരുത്തിയിട്ടേ അത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളത് ചെയ്തിട്ട് അത് പിന്നെ അതെ. അപ്പോൾ ഇനി അടുത്ത ഈ ജോലിയിലേക്കുള്ള പരിശ്രമങ്ങൾ ഇപ്പൊ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതെ. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? അത് കൂട്ടുകാര് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പൊ താമസിക്കുന്നത് എവിടെയാണ്? ഞാൻ താമസിക്കുന്നത് ഞാൻ കാഴ്ചയില്ലാത്തവർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന പിന്നെ വനിതകൾക്ക് വേണ്ടിയിട്ട് ആദ്യം ബോത്താനിക്കാട് ഒരു സെന്റർ ഉണ്ടായിരുന്നു, മൂവാറ്റുപുഴ. അപ്പൊ അവിടെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ നിന്ന കുട്ടികൾ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ സെന്ററിലുണ്ട്. അതായത് ഇപ്പം ഞങ്ങള് വട്ടപ്പാറ ആണ് ഇപ്പൊ ഉള്ള സെന്റർ. CI വർഗീസ് എന്ന് പറഞ്ഞിട്ട് സാറാണ് നടത്തുന്നത്. സാറ് വർക്കല ബ്ലൈൻഡ് സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. സാറിന്റെ ഭാര്യയുടെ ആഗ്രഹ പ്രകാരമാണ് ആ സ്ഥാപനം തുടങ്ങിയത്. എനിക്കറിയാവുന്നവരൊക്കെ അവിടെ വന്നു, ഞാനും വന്നു. ആദ്യമൊക്കെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു ഞാനിങ്ങനെ സ്ഥാപനത്തിൽ പോയി നിൽക്കുന്നത്. വീട്ടിനടുത്തുള്ളവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു, അങ്ങനെയൊക്കെ. പിന്നെ എൻ്റെ ഒരു ഇഷ്ടം അതാണെന്ന് കണ്ടിട്ട് അവരും അത് തന്നെ മനസ്സിലാക്കി തുടങ്ങി. അങ്ങനെ ഞാൻ ഈ സ്ഥാപനത്തിൽ നിന്നിട്ടാണ് എക്സാം ഒക്കെ എഴുതിയത്. എനിക്ക്
ജോലി കിട്ടിയിട്ടും എനിക്ക് വേറെ മാറി ഒരു ഹോസ്റ്റലിൽ പോകാനോ എനിക്ക് വീട്ടിൽ നിന്ന് പോകാനോ താല്പര്യമില്ല. അത് പറഞ്ഞപ്പോൾ വീട്ടുകാർക്ക് ഒരു വിഷമം ഉണ്ടായി. പിന്നെ ഞാൻ പറഞ്ഞു നമുക്കൊരു ജോലി കിട്ടുമ്പോൾ നമ്മളങ്ങനെ വന്ന വഴി മറന്നു പോകുന്നത് ശരിയല്ലല്ലോ, അപ്പൊ എന്നാൽ അവിടെ തന്നെ ആവാന്ന് വിചാരിച്ചു. അപ്പൊ അവരും സപ്പോർട്ടീവ് ആയിരുന്നു. ആദ്യമൊന്നും അവർക്ക് വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ എന്റെ ഇഷ്ടം അതാണെന്ന് അറിഞ്ഞിട്ട് അവരും എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ സെന്ററിൽ നിന്നാണ് പോയി വരുന്നത്. ഓഫീസിലെല്ലാം പോകുന്ന അവിടെ നിന്നാണ്. അപ്പോൾ ഈ ഓഫീസിൽ യാത്ര ചെയ്യുമ്പോൾ ആക്ച്വലി എങ്ങനെയാണ്? അതിന് ബസ്സിലാണോ പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? ഞാൻ ബസ്സിലാണ് പോകുന്നത്. നമ്മുടെ സെന്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് ബസ്സുണ്ട്. ബസ്സിൽ പോയിട്ട് കിഴക്കേക്കോട്ട ഇറങ്ങിയിട്ട് പിന്നെ വഞ്ചിയൂരത്തേക്ക് വേറൊരു ബസ് കയറണം. 2 വട്ടം ക്രോസ് ചെയ്യണം. അപ്പൊ ചിലപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഈ തിരക്കിനിടയിൽ ആൾക്കാരെ നമ്മൾ ക്രോസ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാനോ ഒന്നും അങ്ങനെ തയ്യാറാവൂല. പിന്നെ അവിടെ ചെന്ന് നിന്നാൾ ചിലപ്പം വഞ്ചിയൂരത്തേക്കുള്ള ഒരു ബസ് വളരെ കുറവാണ്, വളരെ അപൂർവമായിട്ട് മാത്രമേ ആ ബസ് കിട്ടാനുള്ളൂ. ആ ബസ് തന്നെ നമ്മൾ പ്രതീക്ഷിച്ച് പോയാൽ നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ചിലപ്പം ചെന്ന് നിൽക്കുമ്പോൾ ഇവരോട് ബസ് പറഞ്ഞു തരാൻ പറഞ്ഞാൽ ചില ആൾക്കാർ പറഞ്ഞു തരും, ചില ആൾക്കാർ പറഞ്ഞു തരത്തില്ല. അതുകൊണ്ട് ബസ് അവർ നോക്കാതെ സമയത്ത് അങ്ങ് പോയിട്ടുണ്ട്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ പറഞ്ഞു തരുമെന്നും പറഞ്ഞ് നമ്മൾ കാത്തു നിൽക്കും. അവരുടെ സമയം വരുമ്പോൾ അവരങ്ങ് പോകും, നമ്മൾ അറിയില്ല. അങ്ങനെ അതെ. ഇപ്പോ നമ്മുടെ നിലവിലെ സിസ്റ്റം നമുക്കറിയാമല്ലോ. റോഡുകളാണെങ്കിലും ബസ് അങ്ങനെ ടൈമിംഗ് ഇതിന് വായിക്കാനുള്ള ഒരു പരിമിതി ഇതല്ല. അപ്പൊ അതിൽ എന്ത് മാറ്റം കൊണ്ടുവരണം, അല്ലെ മാറ്റം ഉണ്ടായാലാണ് നന്നാവുക? അത് എനിക്ക് അതെനിക്ക് പറയാനുള്ള കാരണം നമുക്ക് ഈ സ്ഥലം ഓരോന്നും എത്തുമ്പോൾ അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് അവിടെ എത്തുന്നറിയാം. എന്നാലും നമ്മൾ എത്തുന്നതിന് മുമ്പുള്ള സ്ഥലം ഏതാണെന്ന് നമുക്ക് അറിയാനുള്ളൊരിതുണ്ടാവുമല്ലോ. അപ്പൊ ചിലപ്പം ചിലരോട് പറയുമ്പോഴത്തേക്ക് നമുക്ക് അവര് പറഞ്ഞു തരില്ല. കണ്ടക്ടറോട് പറഞ്ഞാൽ അവരങ്ങ് മറന്നു പോകും. അപ്പം അവർ ഓരോ സ്ഥലം എത്തുമ്പോഴത്തേക്കും വിളിച്ച് പറയുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു അനൗൺസ് പോലുള്ള എന്തെങ്കിലും ഒരു സിസ്റ്റം അങ്ങനെ കൊണ്ടുവരണമെന്നാണ് ബഹുമാനപ്പെട്ട മന്ത്രിയും നടനുമായിട്ടൊക്കെ ഉള്ള ഗണേഷ് കുമാർ സാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, കേൾക്കുമെന്ന് അറിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മാറ്റം അങ്ങനെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഈ സ്ഥലം അറിയാതെയൊക്കെ വരുന്ന ഒരു സ്ഥലത്ത് നമുക്ക് എത്തേണ്ട സ്ഥലം എത്തുമ്പോൾ അറിയാതെ അടുത്ത് പോയി ഇറങ്ങുക, അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മൾ അറിയുമ്പോഴത്തേക്കും മറ്റേത് നമുക്ക് നേരത്തെ അറിയുമ്പോൾ ഇറങ്ങാനായിട്ട് ഒരു തയ്യാറെടുപ്പൊക്കെ നടത്താമല്ലോ. ചിലപ്പോൾ നമുക്ക് ആ സ്ഥലം എത്തുമ്പോഴായിരിക്കും ആ സ്ഥലം എത്തി എന്നൊക്കെ അറിയുന്നത്. പിന്നെ ബസ്സിൽ കയറുന്ന സമയത്തായിരുന്നാലും നമുക്ക് സീറ്റ് ഉണ്ടെങ്കിൽ പോലും അവരതൊന്ന് ഒഴിഞ്ഞു തരാൻ തയ്യാറാവുക. നമ്മൾ കയറുന്നതിന് കുറെ അപ്പുറത്തായിരിക്കും ഒരു സീറ്റ് ഉണ്ടാവുക. നമ്മളോട് അവിടെ പോയി ഇരിക്കാനൊക്കെ പറയാം. അപ്പം നമുക്ക് ഈ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു കമ്പിയിൽ പിടിച്ചിട്ട് അടുത്ത കമ്പി എവിടെയാണ് വരുന്നത് നമുക്ക് കാണുന്നില്ല. അപ്പൊ നമ്മളെ കൂടെ ആളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ കമ്പിയിൽ പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർ നമ്മളെ പിടിച്ചുകൊണ്ട് നടക്കുകയോ ചെയ്യില്ല. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പിയോ എന്തെങ്കിലും പിടിച്ച് അങ്ങോട്ട് പോകാനുള്ളൊരു ഇത് കിട്ടിയാൽ എനിക്ക് അങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഒരാളെന്നെ പിടിച്ചാൽ എനിക്ക് നടക്കുന്നതിന് ഒരു ലക്ഷ്യം കിട്ടില്ല. അങ്ങനത്തെ ഒരിതുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് സീറ്റ് ഉണ്ടെങ്കിൽ പോലും അവർ ആ സമയത്ത് ഒഴിഞ്ഞു തരില്ല. അവർ പലപ്പോഴും നമ്മൾ ബസ്സിൽ കയറുമ്പോൾ, ഞാൻ ബസ്സിൽ കയറുന്ന സമയത്ത് അവരിങ്ങനെ പറയണ കേട്ടുണ്ട്, ഇവർക്ക് സീറ്റ് ഉണ്ട്, ഇവരുടെ സീറ്റ് ഇതല്ല, ഇവർ അപ്പുറത്ത് പോയി ഇരുന്നോട്ടെ എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മളെ സീറ്റിൽ നമ്മളെപ്പോലെ അല്ലാത്ത ആൾക്കാർ ഇരിക്കുന്നുണ്ട്. എന്നാൽ പോലും അവർ നമുക്ക് ഒഴിഞ്ഞു തരാനൊന്നും അങ്ങനെ തയ്യാറാവില്ല. പിന്നെ കുറെയൊക്കെ ഒരു വിഷമത്തോടു കൂടിയൊക്കെ ഒരു ഒഴിഞ്ഞു തരും. നമുക്ക് ഇരുന്നല്ലേ പറ്റൂ. എന്താണെങ്കിലും ഈ പരിപാടി കേൾക്കുന്നവര്, നമ്മുടെ പൊതുസമൂഹത്തിന് കുറച്ചൊക്കെ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുമെന്ന് നമുക്ക് കരുതാം. കാരണം ഓടുന്ന ബസ്സിൽ കാഴ്ച പരിമിതി ഉള്ള ഒരാള് മൂവ് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടും, അതുപോലെ സീറ്റുകള് പൊതുനിരത്ത് എത്രത്തോളം കൂടുതൽ ആക്സസിബിൾ ആവണം എന്നുള്ള കാര്യങ്ങൾ. ഇനിയും വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ട് അത് പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജോലിക്കിടയിൽ ഇവിടെ വന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എന്നെയും ഈ പരിപാടിയിലേക്ക് വിളിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ പരിപാടി കേൾക്കുന്ന ആളാണ്. അപ്പം എന്നെ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയതിന് ഒരുപാട് നന്ദിയും സന്തോഷം അറിയിക്കുന്നു. തിരുവനന്തപുരം വഞ്ചിയൂർ ജില്ലാ കോടതിയിലെ ഓഫീസ് അറ്റൻഡന്റായ ഷൈല ബീഗവുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT. നേർവഴി.